സംസ്ഥാനം വീണ്ടും അതിതീവ്ര മഴയുടെ ഭീഷണിയിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായി വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള 3 ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചന. ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സംസ്ഥാനത്ത് സാധാരണയായി കാണാറുള്ള മഴക്കാല മഴയിൽ നിന്ന് വ്യത്യസ്തമായി ബംഗാൾ ഉൾക്കടലിൽ ഒന്നിനു പിന്നാലെ ഒന്നായി ന്യൂനമർദ്ദങ്ങൾ രൂപം കൊള്ളുന്നതാണ് ഈ മഴയ്ക്ക് കാരണം. ഇത് കേരളത്തിന്റെ കാലാവസ്ഥയിൽ അപ്രതീക്ഷിതവും ആശങ്കാജനകവുമായ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഗംഗാതട, പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ, വടക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലാണ് ആദ്യ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് ദുർബലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അതിന്റെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാകും മുമ്പേ മറ്റൊരു ന്യൂനമർദ്ദം കൂടി ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ രണ്ടാം ന്യൂനമർദ്ദം വ്യാഴാഴ്ചയോടെ മധ്യ കിഴക്കൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപം കൊള്ളാൻ സാധ്യതയുണ്ട്. പിന്നീട് വെള്ളിയാഴ്ചയോടെ വടക്കൻ ആന്ധ്ര, തെക്കൻ ഒഡീഷ തീരത്തിന് സമീപം ഇതോ ഒരു തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കാം. ഈ തീവ്ര ന്യൂനമർദ്ദം ശനിയാഴ്ചയോടെ വടക്കൻ ആന്ധ്ര, തെക്കൻ ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഈ കാലാവസ്ഥ പ്രവാഹങ്ങളാണ് കേരളത്തിലേക്ക് ശക്തമായ മഴ എത്തിക്കുന്നത്.